ഈ വില്ല് ശരിക്കും ഒരു വില്ലനാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി അല്ലേ? അപ്പോൾ ഇപ്പം നോക്കിയാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഈ ഗോൾഡിൻ്റെ പ്രൈസ് അങ്ങ് ഭയങ്കരമായിട്ട് കൂടി പോവുകയാണല്ലേ? അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കണ്ട ഒരു സെൻറ്റൻസ് ആണ് പ്രൈസ് ഓഫ് ഗോൾഡ് വിൽ ഇൻക്രീസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ചിങ് സിറ്റുവേഷൻ പറയാൻ വില്ലിന് പകരം കുറച്ചുകൂടെ നല്ലത് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് തന്നെയാണ്. ഒരു ചേഞ്ചിങ് സിറ്റുവേഷൻ പറയാൻ ഇംഗ്ലീഷിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതാണ് കോമൺ ആയി ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ സെൻറ്റൻസ് കറക്റ്റാക്കി നമ്മൾ പറയുവാണെങ്കിൽ ദ പ്രൈസ് ഓഫ് ഗോൾഡ് ഈസ് ഇൻക്രീസിങ് എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കാം. എസ്പെഷ്യലി നമ്മുടെ ഐൽസിൻ്റെ ഗ്രാഫൊക്കെ എഴുതുന്ന സമയത്ത് ഈ ഇൻഫോഗ്രാഫിക്സിനെ നമ്മൾ സെൻറ്റൻസ് ആക്കി ടാസ്ക് 1 ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിത് വളരെയധികം പ്രയോജനപ്പെടുത്താവുന്ന ഒരു ടെൻസാണ്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിന് ഇങ്ങനെ കൂടെ ഒരു യൂസ് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഐൽസിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് OETയിലും ഈ ഒരു യൂസേജ് ഈ പ്രസന്റ് കണ്ടിന്യൂസിന്റെ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇപ്പോൾ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് ഒരു കണ്ടീഷനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സർജറിയിൽ നിന്നോ ഒക്കെ നമ്മൾ റിക്കവർ ആകുന്നത് എപ്പോഴും എഴുതുന്ന ആൾക്കാരാണ് അല്ലേ? ആ ഒരു സെൻറ്റൻസ് എഴുതും, അദ്ദേഹം റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ എഴുതും അല്ലേ? അത് സത്യത്തിൽ ഒരു ചേഞ്ചിങ് സിറ്റുവേഷൻ അല്ലേ? ഇത് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ എഴുതാനുള്ള ഒരു റീസണും ഈ ചേഞ്ചിങ് സിറ്റുവേഷൻ പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഷീ ഈസ് റിക്കവറിങ് എന്ന് നമ്മൾ എഴുതാറുണ്ട് അല്ലേ? അപ്പൊ ഇനി ധൈര്യമായി ഈ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഒരു യൂസ് ഓർത്ത് വെച്ചോളൂ. നമുക്ക് ഇത് ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ